ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു അൺകണ്ടീഷണൽ അപ്പോളജി ഉണ്ട്. എനിക്ക് കണ്ടിന്യൂ ആയിട്ട് അത്രമാത്രം ക്രൈസിസ് ഉണ്ടായി ഗ്ലോബല്. കാരണം ഈ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, ഇത് കാണുന്നവരുണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് ശാരീരിക പ്രശ്നമുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോഴും ആ ത്രോട്ട് പെയിൻ മാറിയിട്ടില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് റിക്കവറി ആയിട്ടില്ല. പക്ഷേ പല സുഹൃത്തുക്കളും മറ്റു പല ആൾക്കാരും ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ പേരിലാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പെട്ടെന്ന് പൂർണ്ണമായിട്ടും ഹീലിംഗ് നടക്കട്ടെ എന്ന് സ്വയമേ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്, ഇപ്പം നടക്കുന്ന വെസ്റ്റ് ഏഷ്യൻ വാർ ഏകദേശം 24-25 ദിവസത്തോളം പോയിരിക്കുകയാണ്. അമേരിക്ക കൊടുത്തിരിക്കുന്ന 5 ദിവസത്തെ സീസ് ഫയർ, അത് അമേരിക്ക ഏകപക്ഷീയമായിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ഇവർ ടോക്സ് നടത്തിയില്ല. പക്ഷേ ബാക്ക്ഡോർ ടോക്സ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനകത്ത് പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ വാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ വാറിൽ എന്തായിരിക്കും ഔട്ട്കം, എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നതായിരിക്കും പറയുന്നത്. ആദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഈ വാർ എന്ന് പറയുന്നത് ഇത് ഇന്നലെയോ ഒന്നും പ്ലാൻ ചെയ്ത സംഭവമൊന്നും അല്ല. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വാർ നടക്കുന്നത്? ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഈ വാർ എന്ന് പറയുന്നത് സൗദി അറേബ്യയ്ക്കും UAE-ക്കും വേണ്ടിയാണ് നടക്കുന്നത്. ഇപ്പം ഇതുമായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു, വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു, മറ്റ് പല ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ഈ പറയുന്ന ഗ്ലോബൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്തത് ഈ വാർ അമേരിക്ക നടത്തുന്നത് ഇസ്രായേലിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ആ മീഡിയ തന്നെയാണ് മുഴുവനും മാറ്റി പറയുന്നത്. ഈ വാർ നടക്കുന്നത്, അമേരിക്ക ഇസ്രായേലും ഇറാനെതിരെ വാർ നടക്കുന്നത് സൗദി അറേബ്യയ്ക്കും UAE-ക്കും ബഹ്റിൻ അതേപോലെയുള്ള അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാർ നടക്കുന്നത്. അല്ല, വല്ലാത്തൊരു ട്വിസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണ് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ വാർ നടക്കുന്നത്? നമ്മളിപ്പോൾ ചരിത്രത്തിലോട്ട് പോകാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഹൂത്തികൾ സൗദി അറേബ്യയെ UAE അറ്റാക്ക് ചെയ്ത സമയം. അന്ന് ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതേപോലെ നിങ്ങൾക്കറിയാം, ബറാക് ഒബാമ ഇരുന്ന സമയത്താണ് ഈ ഇറാനുമായിട്ട് ന്യൂക്ലിയർ ഡീല് സൈൻ ചെയ്യുന്നത്. പിന്നീട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന് അതെടുത്ത് തോട്ടിക്കാറി. അപ്പോൾ ഈ ഹൂത്തികൾ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി, ഇറാൻ്റെ പ്രോക്സിയാണ്, ഈ സൗദി അറേബ്യയും UAE അറ്റാക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കീ പോയിന്റ് ഉണ്ട് ഇതിൻ്റെ. എന്തിനാണ് ഈ രാജ്യങ്ങളെ ഹൂത്തികൾ അറ്റാക്ക് ചെയ്യുന്നത്? ഹൂത്തികൾക്ക് ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് പ്രത്യേക പ്രശ്നമുണ്ട്? ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന രാജകുടുംബത്തെ, അവിടുത്തെ സർക്കാരിനെ ഈ പറയുന്ന UAE സൗദി അറേബ്യയും പിന്താങ്ങും. പക്ഷെ ഷിയ പ്രോക്സിയായ ഹൂത്തികളെ ആരാ വളർത്തിയെടുത്ത്? ഇറാൻ. ആർക്കെതിരെ അറ്റാക്ക് ചെയ്തു? ഈ പറയുന്ന രാജ്യങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്തു. അന്ന് സൗദി അറേബ്യയുടെ ഈ പറയുന്ന ഓയിൽ റിഫൈനറി, ഓയിൽ ബ്ലോക്സ്, ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്തു. സൗദിയുടെയും UAE-യുടെയും ജവാന്മാർ, അതായത് വട്ടാളക്കാർ, ഈ യമനിൽ പോയി പല ആൾക്കാരും കൊല്ലപ്പെട്ടു. പിന്നീട് ഇതുമായിട്ട് ചൈന ബ്രോക്കർ ചെയ്ത് ഇറാനുമായിട്ട് ലോഹിതത്തിലായി ഈ സംഭവം വാർ നിർത്തിവെച്ചു. ഇതാണ് ഉണ്ടായത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ രണ്ടാമത് വീണ്ടും വരുന്നത് 2-0. സൗദി അറേബ്യൻ കിങ് ട്രംപിനെ കാണാൻ പോകുന്നു. മനസ്സിലാക്കുക, ട്രംപ് സൗദി അറേബ്യയിലോട്ട് വരുന്നു, UAE വരുന്നു. ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയിൽ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. എന്നിട്ട് എന്താ, ഏകദേശം 5-6 ട്രില്യനാണ് ഈ 2-3 രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് ഖത്തർ ഉൾപ്പെടെ, അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം വെപ്പൺസും അതും ഇതും. അതേപോലെ അമേരിക്ക പറഞ്ഞ് ഈ രാജ്യങ്ങളിൽ IT-യുടെ ആണെങ്കിലും AI-യുടെ ആണെങ്കിലും മറ്റു പല അമേരിക്കൻ കമ്പനികളോട് ഇൻവെസ്റ്റ് ചെയ്യുക തിരിച്ച്.
എനർജിയാണ് മുഖ്യ ലക്ഷ്യം. അപ്പൊ ഈ രാജ്യങ്ങളൊരു ഡിമാൻഡ് വെച്ചു. അവർക്ക് ഈ പറയുന്ന ഇറാന്റെ ഹോസ്റ്റിലിറ്റീസ്, അതായത് ഇറാന്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഹ്യൂജ് ആയിട്ടുള്ള പ്രശ്നമാണ്. അന്ന് ഈ ഹോർമുസിനെ പറ്റി അന്ന് സംസാരിച്ചു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ ഹോർമുസ് തടയുകയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾ, സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റിൻ ആണെങ്കിലും, ഈ രാജ്യങ്ങളിലൊന്നും അവരുടെ എക്കോണമി പൂർണ്ണമായിട്ട് സീറോ ആയിട്ട് വരും. അപ്പോൾ ഈ ട്രംപിനെ കൊണ്ട് ഈ വാറിന് ഏറ്റവും കൂടുതൽ പ്രേരണ കൊടുപ്പിച്ചത്, അതായത് ഇൻസ്പയർ ചെയ്ത് എൻകറേജ് ചെയ്യിപ്പിച്ച, അതായത് സൗദിയും UAE ആണ് ചെയ്യിപ്പിക്കുന്നത്. അതിനകത്ത് പല ആൾക്കാരും വിശ്വസിച്ച്, പല മീഡിയയും, ഇന്ത്യൻ മീഡിയ പറയുന്ന പോലെ ഇസ്രായേലിൻ്റെ സംഭവമല്ല ഇത്. ഇസ്രായേലിന് പ്രശ്നമുണ്ട്, കാരണം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ന്യൂക്ലിയർ ത്രെട്ട്. ഇതേപോലെ മറ്റൊരു പ്രോക്സി, അതായത് ഹമാസിനെയും ഹൂത്തികളെയും ഹിസ്ബുള്ളയും വെച്ചാണ് ഈ ഇറാന് ഇസ്രായേലിനെതിരെ അടിച്ചത്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. കാരണം ഇറാനെതിരെ, അതായത് ഹോർമുസ് തന്നെയാണ് അവിടുത്തെ ഇഷ്യൂ. കാരണം ഹോർമുസ് തടഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ എല്ലാവരും പെട്ടുപോകും. ഇത് വളരെ മുൻകൂട്ടി കണ്ടു. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അപ്പം നമ്മുടെയൊക്കെ ധാരണ, അതായത് ഇന്ത്യൻ പത്രങ്ങളിലും ഗ്ലോബൽ ചില പത്രങ്ങളിലൊക്കെ വന്നത്, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ MOU, അതായത് ഒരു രാജ്യത്തെ അടിച്ചു കഴിഞ്ഞ് ആ രാജ്യം സപ്പോർട്ട് ചെയ്യും, ഈ രാജ്യത്തെ അടിച്ചു കഴിഞ്ഞ് ആ രാജ്യം സപ്പോർട്ട് ചെയ്യും, അതേപോലുള്ള MOU സൗദി അറേബ്യയും പാകിസ്ഥാനും സൈൻ ചെയ്യുന്നു. പല ഇന്ത്യൻ മീഡിയയും പല എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞത് എന്തുവാ, ഇത് ഇന്ത്യക്കെതിരെയാണ്. ബേസിക്കലി നമ്മളാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. അന്ന് പല ഗ്ലോബലായിട്ടുള്ള എക്സ്പേർട്ടുകൾ പറഞ്ഞ് ഇന്ത്യയുമായിട്ടൊന്നുമല്ല, കാരണം അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാനെ ഇൻസ്പയർ ചെയ്യുന്ന അമേരിക്ക തയ്യാറാവുന്നതുമില്ല. കാരണം അമേരിക്കയുടെ ഏറ്റവും ഏകദേശം 1 ട്രില്യന് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലുണ്ട്. കാരണം ഇന്ത്യയുമായിട്ട് ട്രേഡ് നടക്കുന്ന രാജ്യമാണ്, അമേരിക്കയുടെ ഹാർഡ്വെയർ മേടിക്കുന്ന രാജ്യമാണ്. ഇത് നേരത്തെ ഇറാനെതിരെയാണ് ബേസിക്കലി സൗദി അറേബ്യയും പാകിസ്ഥാൻ തമ്മിൽ സൈൻ ചെയ്യുന്ന MOU. അതാണ് ഈ പാകിസ്ഥാനെ മീഡിയേറ്ററായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ദലാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ചിന്തിക്കുന്നതല്ല, അതിനൊക്കെ വളരെ വർഷം മുമ്പ്, വളരെ കാലം മുമ്പ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും സ്ട്രാറ്റജിക് അനലിസ്റ്റും ഇതിനെ പലതും നോക്കി കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഇറാനെ കൈകാര്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഏത് ആൾക്കാരെയും, ഇപ്പം അമേരിക്ക പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷേ സൗദി അറേബ്യ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കേട്ടേ മതി. അതുകൊണ്ടാണ് സൈൻ ചെയ്യിപ്പിച്ചത്. അതിനകത്ത് പാകിസ്ഥാന് ബെനിഫിറ്റ് കിട്ടിയില്ല, കിട്ടി. ഏകദേശം 1.5 വർഷം ക്രെഡിറ്റ് ലൈൻ ഉണ്ടായിരുന്ന അവരുടെ ഓയിൽ, അതായത് സൗദി അറേബ്യ, അത് 10 വർഷമാക്കി കൊടുത്തു. മനസ്സിലാക്കുക, കഴിഞ്ഞ 1 മാസമായിട്ട് ഏകദേശം 7ഓളം പ്രാവശ്യമാണ് പാകിസ്ഥാനി ആർമി ചീഫ് അസിം മുനീർ സൗദി അറേബ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററെ കണ്ടിരിക്കുന്നത്. 7ഓളം പ്രാവശ്യം കഴിഞ്ഞ 1 മാസത്തിനിടയ്ക്ക്. അതേപോലെ തന്നെ UAEയുടെ പല സീനിയർ അഡ്മിനിസ്ട്രേഷൻ അവരും അസിം മുനീറുമായിട്ട് സംസാരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഈ പാകിസ്ഥാനെ പിടിച്ചിട്ടേക്കുന്നത്? തമാശയില്ലയോ? അതിൻ്റെ അകത്ത് വലിയ തമാശയുള്ള രാജ്യമുണ്ട്. പാകിസ്ഥാന്, ഈജിപ്റ്റ്, ഈ രാജ്യങ്ങളെ മീഡിയേറ്ററായിട്ട് നിർത്താൻ വേണ്ടി എന്ത് റോളാണ് ഈജിപ്റ്റിനുള്ളത്? പാകിസ്ഥാൻ എന്ത് റോളാണ് ഉള്ളത്? ഇവിടെയാണ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും പാകിസ്ഥാൻ ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട്. അതായത് UAE ആണെങ്കിലും സൗദി ആണെങ്കിലും അമേരിക്ക പറഞ്ഞ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം കിട്ടും. മനസ്സിലാക്കേണ്ട കീ പോയിന്റ് ഉണ്ട്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഏകദേശം 900 കിലോമീറ്റർ ബോർഡറാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പാകിസ്ഥാനെ ഇടയ്ക്ക് നിർത്തിയേക്കുകയാണ്. ഇന്ന് ജർമ്മൻ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് പറഞ്ഞു, പാകിസ്ഥാനെ വെച്ച് ടോക്സ് നടക്കാൻ പോവാണ് അമേരിക്ക ഇറാനുമായിട്ട് ഡയറക്റ്റ്. പാകിസ്ഥാൻ മീഡിയേറ്റർ ആയിരിക്കും. എന്താണ് സൗദി പറയുന്നത്? പാകിസ്ഥാൻ ഈ വാറിൽ ഇടപെടണം. അതാണ് MOU എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൻ്റെ അകത്ത് മുഴുവനും മാറുകയാണ് ഈ സംഭവം. ഈ അമേരിക്കൻ ഗെയിം പ്ലാൻ മനസ്സിലാക്കാൻ നമ്മൾ വർഷങ്ങളെടുക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്.
സൗദിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, പാകിസ്ഥാനുമായിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. അപ്പം എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്? വളരെ സിമ്പിള്. അമേരിക്കയുടെ ഏകദേശം 10,000-ൽ പരം സോൾജിയേഴ്സ് വരുന്നു എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റാണ്. അതായത് ഇറാഖിൻ്റെ ബോർഡറിൽ ഖർഗ് ഐലൻഡ് പിടിക്കാൻ വേണ്ടി, ഹോർമസ് പിടിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ 10 ദിവസം വീണ്ടും പോസ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക. ഒരു സമയം മനസ്സിലാക്കണം, അമേരിക്ക മാത്രമാണ് പോസ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ അറ്റാക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഗ്രൗണ്ട് മൂവ്മെൻറ്റ് മുഴുവൻ അടിക്കുകയാണ്. കാരണം മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അമേരിക്കൻ പാരാട്രൂപ്പേഴ്സും അമേരിക്കൻ എയർബോൺ ഡിവിഷനും ഈ ഖർഗ് ഐലൻഡ് പിടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ബോർഡർ, അതായത് പാകിസ്ഥാൻ ഇറാൻ ബോർഡറിൽ അവിടെ മൂവ്മെൻ്റ് ഉണ്ടാകും. മനസ്സിലാക്കുക, ബലൂച്ച് ഈ ഏറിയ കിടക്കുന്ന സ്ഥലമാണിത്. അവിടെ ഓൾറെഡി പാകിസ്ഥാൻ ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്. കാരണം ബലൂച്ചിൻ്റെ ഇഷ്യൂ. എന്തിനാണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ട്രംപ് വിളിക്കുന്നത്? ഇപ്പോൾ പല ആൾക്കാരും വിചാരിച്ചു ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ അഡ്വൈസ് ചെയ്യും. അതല്ല കാരണം. അതായത് പാകിസ്ഥാൻ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ പോകുന്നു സംസാരിക്കാൻ. പാകിസ്ഥാൻ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇന്ത്യയോട് പറയുകയാണ്. ഇതാണ് സംഭവം. പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത്, അമേരിക്കൻ പത്രങ്ങൾ. അതായത് അഫ്ഗാൻ്റെ ഇഷ്യൂവും ഈ ബലൂച്ചിൻ്റെ ഇഷ്യൂ ഇന്ത്യ എൻകറേജ് ചെയ്യരുത് ആ സമയത്ത്. കാരണം പാകിസ്ഥാനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതിനാണ് ട്രംപ് വിളിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നത് സ്ട്രാറ്റജിക്കായിട്ട്. പക്ഷെ ഇതാണ് ഈ ടോക്സും ബാക്ക്ഡോർ ടോക്സ് എന്നൊക്കെ പറയുന്നത്. കാരണം പാകിസ്ഥാൻ്റെ മുകളിൽ പ്രഷറായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഒരു റോളും ഇല്ലാതായി. പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ, അയാളാണ് മുഴുവൻ കീ പ്ലെയർ എന്ന് പറയുന്നത്. കാരണം പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാൻ ഗവൺമെൻറ് ഈ പറയുന്ന ക്രെഡിറ്റ് ലൈനും ഓയിലും ഈ പറയുന്ന IMFൻ്റെ വേൾഡ് ബാങ്കിൻ്റെ ഇഷ്ടംപോലെ സഹായവും ചെയ്തു കൊടുക്കും. പാകിസ്ഥാനെ ഡയറക്റ്റായിട്ട് ഇറാൻ കോൺഫ്ലിക്റ്റ് പിടിച്ചിടുക. കാരണം മൾട്ടിപ്പിൾ ലെവലിലാണ് അവർ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഖർഗ് ഐലൻഡ് ഒരു ഭാഗത്തോട് ഇറാഖിൻ്റെ സൈഡിൽ കൂടെ കയറുന്നു, മറ്റൊരു വേറെ ഭാഗം തുറക്കുന്നു. അതേപോലെ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് അറ്റാക്കാണ് വരുന്നു. അതായത് പാകിസ്ഥാൻ ആർമി എൻഗേജ്ഡ് ആകാൻ പോകുന്നു എന്ന് തന്നെയാണ് കിട്ടുന്ന വിവരം. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഔട്ട്കം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വാറിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ എഡ്ജ് ഡോമിനേറ്റ് ചെയ്തിരിക്കുക അമേരിക്ക ഇസ്രായേലുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറാൻ്റെ മിസൈലുകളും ഡ്രോൺസും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സൗദി അറേബ്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഗ്ലോബൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്ത് വന്നാലും അവർക്ക് ഹോർമുസ് പിടിച്ചെടുത്തേ മുതൽ അമേരിക്കൻ സേന ഇറാൻ പിടിച്ചെടുക്കണം. ഇതാരാണ് പറയുന്നത്? സൗദി അറേബ്യൻ കിങ്ഡമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല, അവരുടെ എക്കോണമി അല്ല, ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുകയാണ്. ഇതാണ് കാര്യം. ഞാൻ മറ്റൊരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകാൻ പോകുന്ന ഇംപ്ലിക്കേഷൻ, സെറ്റ് ബാക്ക് എന്താ കൃത്യമായിട്ട് പറയാം. അതായത് വാർ വീണ്ടും നീണ്ടു നിൽക്കും. ഈ പറയുന്ന ഇറാഖിൽ കയറിയ പോലെയാണ് അമേരിക്ക ചെയ്യാൻ പോകുന്ന പ്ലാൻ. അതിനവർ കൃത്യമായ പ്ലാൻ ഉണ്ട്. മനസ്സിലാക്കി 5 ദിവസവും ഈ 10 ദിവസവും ഇത് ഗ്രൂപ്പിങ് റീഗ്രൂപ്പ് ചെയ്യാനുള്ള സമയമാണ്, സ്ട്രാറ്റജിയാണ്. കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക, പാരാട്രൂപ്പേഴ്സിനെ അവിടെ ഇറക്കുക, ഐലൻഡ് പിടിച്ചെടുക്കുക. സെയിം സമയത്ത് ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ കൂടെ പാകിസ്ഥാൻ പട്ടാളത്തെ കയറ്റിവിടുക, പ്രഷറൈസ് ചെയ്യുക. ഇതാണ് സംഭവം. ഉറപ്പായിട്ട് ഇതിനകത്ത് പാകിസ്ഥാന് എഡ്ജ് കിട്ടി. ആ എഡ്ജെന്ന് അതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ട്രംപ് സംസാരിക്കുന്നു. എന്തിനാണ് G7 അകത്ത് ഇന്ന് ടോക്സ് നടക്കുക, പാരീസിൽ വെച്ച് നടക്കുകയാണ്. ഏകദേശം 18ഓളം മറ്റുള്ള രാജ്യങ്ങളും ഈ ഡീമൈനിങ് അതേപോലെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുക. കാരണം എല്ലാവരുടെയും ഈ ഓയിൽ ഇഷ്യൂ, എനർജി ഇഷ്യൂവിനെ ബാധിച്ചു. ഇത്രയേ ഉള്ളൂ. അതായത് മനസ്സിലാക്കുക, വാർ എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ്ലി ഈ പോക്കെല്ലാം കാണുമ്പോഴും ഗ്ലോബൽ എക്സ്പേർട്ടുകളും പറയുന്നത് ഹിറ്റ് കിട്ടി, അത് നോർമല്. വാറിനകത്ത് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ വരും. പക്ഷെ വാറിൻ്റെ പൂർണ്ണമായിട്ടും ഡോമിനേഷൻ അത് അമേരിക്കയ്ക്ക് ഇസ്രായേലിനും തന്നെയാണ്. ഉറപ്പായിട്ടും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഏകദേശം 97% അമേരിക്കൻ ഡോമിനേഷനിലാണ് ഈ വാർ പോകുന്നത്. ആ രീതി. കാരണം ഇറാൻ്റെ ഒരുപെട്ട ലീഡേഴ്സ് എല്ലാം എലിമിനേറ്റഡ് ആയി. അതായത് ടെഹ്റാൻ പിടിച്ചെടുക്കുക, മറ്റേ
എങ്ങനെയാണ് ഇറാഖ് പിടിച്ചെടുത്തത്, അത് തന്നെയാണ് ഉദ്ദേശം. ഇതിനാണ് ബേസിക്കലി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഫണ്ട് ചെയ്തിരിക്കുന്ന UAE, സൗദി അറേബ്യ ഒക്കെയാണ്. ഇത് ലോങ് ടൈം ഫണ്ടിങ്. അതിനാണ് അവർ ഇത്രയും പണം കൊടുത്തിരിക്കുന്നത് നേരത്തെ ട്രംപ് വന്ന സമയത്ത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ സൗദിയുടെയും UAEയുടെയും ഒക്കെ ആളുകൾ, അതായത് അവിടുത്തെ കിങ്ഡമായിട്ട് ബന്ധപ്പെട്ടവർ ട്രംപിനെ കാണാൻ അവരുടെ ഡിമാൻഡാണ് ഇറാൻ്റെ ഹോസ്റ്റിലിറ്റീസിന് അവരുടെ തടവിൽ നിന്നും ഈ ഹോർമൂസിനെ പൂർണ്ണമായിട്ടും മാറ്റണം. അമേരിക്ക അതിൻ്റെ പൂർണ്ണമായിട്ട് കൺട്രോൾ ഏറ്റെടുക്കണം. അതായത് ഈജിപ്തും തന്നെ പറയുന്നുണ്ട് ഈ സൂയസ് കനാലിൻ്റെ കൺട്രോൾ അമേരിക്ക ഏറ്റെടുക്കണം. അതവർ പഴയ ഡിമാൻഡ് തന്നെയാണ്. കാരണം അവരെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പുറത്ത് ഹൂത്തികൾ പടർന്നിരിക്കുകയാണ്. ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പല മീഡിയയിലും റിപ്പോർട്ടുണ്ട്. കാരണം LPG കടത്തിവിടാൻ വേണ്ടി ഏകദേശം $20 മില്യൺ കൈക്കൂലിയായിട്ട് ഈ പറയുന്ന ഇറാനിൽ കൊടുത്തത്. കാരണം അവർ കരം പിരിക്കുകയാണ് ഓരോ ഷിപ്മെൻറ്റ് പോകാൻ ഓരോന്നായിട്ട്. അതായത് കംപ്ലീറ്റ് എല്ലാവരെയും തടവിലിടുന്ന രീതിയിലാക്കി വെച്ചേക്കുവാണ് ഇറാൻ. ഇത് മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങളുടെ ആവശ്യം. കൃത്യമായിട്ട് പറയാം, വാർ അമേരിക്ക ജയിക്കാൻ പോവുകയാണ്. സമയമെടുക്കും, 1-2 ദിവസമല്ല. ഒരു ഗ്രൗണ്ട് മൂവ്മെൻറ്റ് അതായത് അമേരിക്കൻ പട്ടാളക്കാർ ഇറാനിൽ ഇറങ്ങി, അത് കൺഫേംഡായി. അതിനകത്ത് പാകിസ്ഥാൻ പട്ടാളം ഇറങ്ങുന്നതിൻ്റെ കാരണം സൗദി അറേബ്യയുടെ പ്രഷർ, UAEയുടെ പ്രഷറാണ്. അവരും ഇറങ്ങും. കാരണം അവർ ചെയ്തേ മതിയാവത്തുള്ളൂ. ആ MOU മാത്രമൊന്നുമല്ല, ആ രാജ്യത്തിന് നിലനിൽക്കാൻ സാമ്പത്തിക സഹായം ഈ രാജ്യങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സന്ദർഭത്തിൽ സൗദി അറേബ്യയെ സഹായിക്കണം. ഇപ്പം ടോക്സ് പാകിസ്ഥാനിൽ നടക്കുമ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുണ്ട്. ഇനി സൗദിയെ ആക്രമിക്കുകയാണെങ്കിൽ മിസൈൽ വെച്ച്, അതായത് പാകിസ്ഥാൻ പട്ടാളം കയറി ഇടപെടും. UAE ആക്രമിക്കുകയാണെങ്കിൽ കയറി ഇടപെടും. എന്താണ് ടർക്കി പൂർണ്ണമായിട്ടും മിണ്ടാതിരിക്കുന്നത്? കാരണം അവർക്ക് മനസ്സിലായി ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ എക്കോണമിയെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഈ രാജ്യങ്ങളെല്ലാം ഇന്ന് മനസ്സിലാക്കുക, അറബ് രാജ്യങ്ങൾ ഒരു രാജ്യം പോലും ഇന്ന് ഇറാനെ പിന്തുണയ്ക്കുന്നത്. എല്ലാവരുമായിട്ടൊക്കെ ശത്രുതയിലാക്കി. കുവൈറ്റിലൊക്കെ വലിയ രീതിയിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഖത്തറിൻ്റെ കാര്യം പറഞ്ഞ, ഖത്തർ വളരെ സൈലൻ്റ് ആയിപ്പോയി. അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്താണ് കാര്യങ്ങൾ പോയത്. അവർ പൂർണ്ണമായിട്ടും ഈ പറയുന്ന UAEയുടെ സൗദിയുടെ സ്ഥിതിയിലോട്ടങ്ങ് മാറി. അവരുദ്ദേശിച്ച രീതി കാര്യങ്ങളൊന്നും നടന്നില്ല. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം, ഖത്തർ ഉൾപ്പെടെ ഈ രാജ്യങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്യുകയും ഹോർമൂസിനെ തടയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഖത്തറിനെ കൃത്യമായിട്ട് പിടികിട്ടി അവരുടെ എക്കോണമിയെയും ബാധിക്കാൻ പോവുകയാണ്. അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ ഈ പറയുന്ന ഹോർമൂസ് ഈ പൂർണ്ണമായിട്ടും ഫ്രീഡം ഉണ്ടായില്ല എങ്കിൽ, അതായത് ഇറാൻ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തില്ല എങ്കിൽ, നാളെ ഇത് പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഗ്ലോബലായിട്ട് എല്ലാവർക്കും. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓയിൽ ഗ്ലോബൽ ക്രൈസിസ് ആണ്, ഇന്ത്യയിലും ക്രൈസിസ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും.